ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ക്ലാസ് റൂം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ കുടുംബം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കാനുള്ള കണ്ടന്റ് ഇതിലുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് കുടുംബം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഓരോ കുടുംബത്തിലെയും മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ എന്താണ് കുടുംബം നമുക്ക് നോക്കാം. അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗമാണല്ലോ. നിങ്ങൾ എപ്പോഴാണ് ഒരു കുടുംബത്തിലെ അംഗമായത്? എപ്പോഴാണ്? നമ്മൾ ജനിക്കുമ്പോൾ മുതലേ ഒരു കുടുംബത്തിലെ അംഗമാണല്ലേ. അപ്പം ജനനമാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നത്. ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു. സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബം മാത്രമാണോ ഉള്ളത്? മറ്റു ധാരാളം കുടുംബങ്ങളും ഇല്ലേ? അങ്ങനെ പല കുടുംബങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമുദായങ്ങളൊക്കെ ഉണ്ടാവുന്നതും അങ്ങനെ സമുദായങ്ങൾ ചേർന്നിട്ടാണ് സമൂഹമാവുന്നതും. അത് നമുക്ക് ആലോചിച്ച് അറിയാലോ അല്ലേ. ഇപ്പോൾ ഒരു കുടുംബം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അച്ഛനും അമ്മയും പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതിനാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മൾ ജനിക്കുന്നത് മുതലാണ് ഒരു കുടുംബത്തിലെ മെമ്പറായിട്ട് മാറുന്നത്. അങ്ങനെ പല പല കുടുംബങ്ങൾ ചേർന്നിട്ടാണ് ഒരു സമുദായം ഉണ്ടാകുന്നത്. അങ്ങനെ സമുദായങ്ങൾ ചേർന്നിട്ട് ഒരു സമൂഹവുമായി തീരുകയാണ്. കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതും ശീലിക്കുന്നതും ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കില്ല അല്ലേ. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ ആണെങ്കിലും വീട്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടല്ലേ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ട് തന്നെയാണ്. നമ്മൾ പാലിക്കേണ്ട ഓരോ മര്യാദകളും ചിട്ടകളും നമ്മുടെ ജീവിത രീതിയും എല്ലാം നമ്മൾ എവിടെ നിന്നാണ് ശീലിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? കുടുംബമാണ്. കാരണം ഓരോ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു സമൂഹത്തിൽ പോയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അത്രയും ഒരു സ്വാധീനം എന്തിനുണ്ട്? നമ്മുടെ കുടുംബത്തിനുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി അമ്മ, അമ്മമ്മ പാറുക്കുട്ടി അമ്മ, അമ്മമ്മയുടെ അമ്മയോ ഇത്രയേയുള്ളൂ എൻ്റെ അറിവിൻ്റെ വലുപ്പം. എന്നിലൂടെ എന്ന കവിതയിലുള്ള കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണിത്. എന്താ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്? സ്വന്തം പേരും അതേപോലെ അമ്മയുടെ പേര്, അമ്മയുടെ അമ്മയുടെ പേര്, പിന്നെ അമ്മയുടെ പേര് അറിയോ? നമുക്ക് തന്നെ അറിയോ അല്ലേ. നമുക്ക് അമ്മമ്മയുടെ പേര് വരെയൊക്കെ അറിയാമായിരിക്കും. പിന്നെ അതിനു മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവോ? ഇല്ല അല്ലേ. കുടുംബ രൂപീകരണം. കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്തിൽ ഒന്നിച്ചവരാണ്. ഒരാൾക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം രക്തബന്ധമാണ്. എന്നാൽ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കളാകാറുണ്ട് അല്ലേ. നമ്മളിപ്പം ജനിച്ചു വളർന്നത് ഒരു കുടുംബത്തിലാണെങ്കിലും പിന്നെ നമ്മളിപ്പം ഗേൾസൊക്കെ ആണെങ്കിൽ ഒരു ഏജ് ആകുമ്പോൾ എന്ത് ചെയ്യും? കല്യാണം കഴിക്കും. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതൊരു അപരിചിതനായിട്ടായിരിക്കും മേ ബി കല്യാണം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുകയാണ്? വേറൊരു കുടുംബം രൂപീകരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ആ ഒരു കുടുംബവുമായിട്ട് നമുക്കൊരു ബന്ധം വരികയാണ് അല്ലേ. അപ്പം അങ്ങനെയും കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ട്. ചിലർ ജനനം മുതലാണെങ്കിലും അതേപോലെ വിവാഹം മൂലവും എന്ത് ചെയ്യുന്നുണ്ട്? കുടുംബ രൂപീകരണം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാമെന്ന് കരുതിയതാണ്. പിന്നെ കുടുംബങ്ങൾ വിവിധ തരത്തിലുണ്ട് അല്ലേ. അണുകുടുംബമുണ്ട്, വിസ്തൃത കുടുംബമുണ്ട്, കൂട്ടുകുടുംബമുണ്ട്. നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ അറിയാം. ഒരു അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്നതാണ് എന്ത്? അണുകുടുംബം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം 1 അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുടുംബമാണ് അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പം മിക്കതും ന്യൂക്ലിയർ ഫാമിലി തന്നെ ആയിരിക്കുമല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിലും അച്ഛൻ, അമ്മ, പിന്നെ സിബ്ലിങ്സ് ആരെങ്കിലും പിന്നെ നമ്മളും ആയിരിക്കില്ലേ കൂടുതലും ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ കുടുംബത്തിനെയാണ് അണുകുടുംബം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇതാണ് എന്ത്? വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചുകൂടി ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ ഒരുപാട് ആൾക്കാരില്ലതാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബങ്ങളുമാണ്. നമ്മൾ അണുകുടുംബത്തിൽ പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും മാത്രമാണ്. അപ്പോൾ ഇനി മക്കളുടെ കുടുംബങ്ങളും കൂടെ ഇൻക്ലൂഡ് ആവുന്നതിനാണ് എന്ത് പറയുന്നത്? വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രത്തിലാണെങ്കിലോ അതൊരു കൂട്ടുകുടുംബമാണ്. കുറേ ആൾക്കാരുണ്ട് അല്ലേ. ചിത്രം 3 കുടുംബം വളരെ വലുതാണ്. 3-4 തലമുറകൾ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഇതാണ് കൂട്ടുകുടുംബം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ. കൂട്ടുകുടുംബമായിട്ടായിരുന്നു. കുറേ കുടുംബങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കണ്ടത് എന്താണ്? അണുകുടുംബം. അച്ഛനും അമ്മയും മക്കളും മാത്രം. പിന്നെ അച്ഛനും അമ്മയും മക്കളെ കുടുംബങ്ങളും കൂടെ ഇൻക്ലൂഡ് ആകുമ്പോൾ അതിനെ വിസ്തൃത കുടുംബം എന്ന് പറയും. പിന്നെ ഒരുപാട് തലമുറകൾ എന്ത് ചെയ്യുക? ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നതിനെ കൂട്ടുകുടുംബം എന്ന് പറയും.
ഇനി കുടുംബത്തിന് ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പം പറഞ്ഞല്ലോ എന്തൊക്കെയാണ് നമ്മുടെ എന്തൊരു കാര്യമാണെങ്കിലും ഒരു മനുഷ്യൻ ആദ്യമായിട്ട് നമ്മൾ ശീലിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടായിരിക്കും അല്ലേ. കുടുംബമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് തരുന്നതും ഭക്ഷണം, വസ്ത്രം, പാർപ്പിട സൗകര്യം എല്ലാം തരുന്നതും പിന്നെ നമ്മളെ എല്ലാ കാര്യത്തിലും പ്രാപ്തമാക്കുന്നത്. ഇപ്പം അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഇവൻ നടക്കാനാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്നല്ലേ പഠിക്കുന്നത്. അപ്പം എല്ലാത്തിനും കുടുംബത്തിൻ്റെ ഒരു പങ്ക് വളരെ വലുതാണ്. ഇപ്പം ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളോടും അവർക്ക് നിങ്ങളോടും സ്നേഹമുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പരാശ്രയത്വവും സഹകരണ മനോഭാവവും നല്ല വ്യക്തികളാകാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തൊക്കെയാണ്? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. പിന്നെ പെരുമാറ്റശീലങ്ങൾ അല്ലേ, നമ്മൾ ഒരു വീട്ടിൽ ബിഹേവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന പെരുമാറ്റശീലങ്ങൾ. അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നതായിരിക്കുമല്ലോ. നമ്മുടെ കുടുംബത്തിന് അതിനൊരു പങ്കുണ്ട്. പിന്നെ നമുക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുന്നുണ്ട്. സ്നേഹം, വാത്സല്യം, പിന്നെ നമ്മുടെ വേറെ എന്തൊക്കെ പറയാം, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും എന്താണ് എഫക്റ്റ് ചെയ്യുന്നത്? കുടുംബമാണ്. അപ്പം കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയാം. അപ്പം അത്രയേ ഉള്ളൂ പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ജസ്റ്റ് എന്താണ് കുടുംബം, കുടുംബങ്ങൾ ചേർന്നിട്ടാണ് ഓരോ സമുദായങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ സമുദായങ്ങൾ ചേർന്നിട്ടാണ് സമൂഹം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ അണുകുടുംബം, കൂട്ടുകുടുംബം, വിസ്തൃത കുടുംബം എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു അല്ലേ. ഒരു അച്ഛനും അമ്മയും മക്കളും മാത്രമാവുന്നതിനെയാണ് അണുകുടുംബം എന്ന് പറയുന്നത്. പിന്നെ അച്ഛനും അമ്മയും മക്കളുടെ കുടുംബങ്ങളോട് ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ അതിനെ വിസ്തൃത കുടുംബം എന്ന് പറയും. പിന്നെ 2-3 തലമുറകൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നതിന് എന്ത് പറയും? കൂട്ടുകുടുംബം എന്നും പറയും. പിന്നെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. സ്നേഹവും വാത്സല്യവും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോകാനുള്ള ടോപ്പിക്കുകളേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജഷൻസൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്